കുഴപ്പമില്ല. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളുടെ റമളാനിലെ ആദ്യത്തെ നോമ്പുതുറ വിശേഷമാണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നാട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടിലാണ് ഇത്തവണത്തെ നോമ്പ് പോകുന്നത്. നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഒരു ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോ തവണ ഓരോരുത്തരെ വിളിക്കുമ്പോഴും പറയുന്നതാ, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇത്തവണത്തെ നോമ്പ് കടന്നു പോകുന്നതെന്ന്. അവർക്ക് കൂലി പടച്ചോനെ ഇരട്ടിയാക്കി കൊടുക്കട്ടെ. അതുപോലെ ഇത്തവണ നമ്മൾ ഒരുവിധം തണുപ്പിലാണ് കേട്ടോ നമ്മളുടെ നോമ്പ്. പക്ഷേ ഇപ്പോൾ ഈ നോമ്പ് 10 അടുക്കുമ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് നോക്കുമ്പോൾ മഴയുടെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് നമുക്ക് മഴ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. നോമ്പിൻ്റെ ഇടയിൽ മക്കളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് എക്സാം നടക്കുന്നുണ്ട് 2 പേർക്കും. അപ്പോൾ ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല. 12-ാം തീയതി അവരുടെ എക്സാം കഴിയും. എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്. നോമ്പ് ഒരു 10-11 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കുട്ടികളുടെ എക്സാമൊക്കെ കഴിയും. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പക്ഷേ ഈ 10 ദിവസം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അവരെ 2 സമയത്തായിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വെളുപ്പിനെ വിളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കണം. അപ്പോൾ അതിനോടൊപ്പം അത് നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തായാലും മിട്ടും ഇമ്മും ഇതുവരെയുള്ള 9 നോയമ്പ്, 9ാമത്തെ നോയമ്പാണെന്ന് തോന്നുന്നു ഇത്. 9 നോയമ്പ് മക്കൾ പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് നോമ്പ് പിടിക്കാൻ. പിന്നെ സ്പെഷ്യലുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതിങ്ങനെ പറയും, ഇന്നെന്താ സ്പെഷ്യൽ. എനിക്കൊന്ന് എല്ലാ വീട്ടിലും മക്കൾ അങ്ങനെ ആയിരിക്കില്ലയോ, എപ്പോഴും വന്നിട്ട് ചോദിക്കും ഇന്നെന്താ സ്പെഷ്യൽ എന്നുള്ളത്. ഇന്ന് അവർ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൂടെ റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതി. ഇത്തവണ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവങ്ങളും വേണ്ട. അതായത് ഫ്രൈഡ് ഐറ്റങ്ങൾ, ഓയിൽ, എണ്ണക്കടികളുണ്ടല്ലോ, അതൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല എന്നൊക്കെയാണ് തീരുമാനം എടുത്തിരുന്നത്. ചെറിയ മക്കൾ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഞാൻ കഴിക്കില്ലെന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് അങ്ങനെ തന്നെ പോയി. വലിയ കുഴപ്പമില്ലാതെ വളരെ കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് വെയിറ്റൊന്നും കൂടിയിട്ടില്ല. പിന്നെ ഇന്ന് കുറച്ച് ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വെച്ച് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഈ മലപ്പുറം, കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഈ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എന്നെ ട്രോളാൻ വരല്ലേ. ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ എപ്പം ഏത്തപ്പഴം കൊണ്ടുവന്നാലും ചെയ്ത് കഴിക്കാറുമുണ്ട്. ഏത്തപ്പഴം ചില ആൾക്കാർ വെള്ളത്തിൽ പുഴുങ്ങി എടുക്കാറുണ്ട്. ഞാൻ പക്ഷേ ആവിത്തട്ടിലാണ് പുഴുങ്ങുന്നത്. വെള്ളത്തിൽ പുഴുങ്ങാത്തത് പണ്ട് ഒരു തവണ വെള്ളത്തിൽ പുഴുങ്ങിയിട്ട് ഫുഡ് പോയ്സൺ ഉണ്ടായായിരുന്നു. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിക്കകത്ത് ഇവർ പഴുക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ അടിക്കും. അപ്പം കുറേ വർഷം മുമ്പ് ഞാനിങ്ങനെ ഇതേപോലെ വെള്ളത്തിനകത്ത് വെച്ചിട്ട് പുഴുങ്ങിയപ്പോൾ അത് എനിക്ക് പിന്നെ ഫുഡ് പോയ്സൺ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ വെള്ളത്തിൽ വെച്ച് പുഴുങ്ങരുത്, എപ്പോഴും ആവിയിൽ പുഴുങ്ങിയിട്ട് ഏത്തപ്പഴം എടുക്കാവുള്ളെന്ന്. അതിനുശേഷം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നത് ഒരു ഫ്രൂട്ട് ബൗൾ, ഒന്നെങ്കിൽ പാലിൽ അല്ലെന്നുണ്ടെങ്കിൽ തൈരിനകത്ത് ഞാൻ ചിയാ സീഡ് സോക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ചിയാ സീഡ് ഒന്ന് കുതിർന്ന് കിട്ടും. അങ്ങനെയാണ് ആ ഒരു ടൈമിൽ ഞാൻ കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാലിനകത്ത് ചിയാ സീഡ് ഇട്ട് മാറ്റി വെച്ചത്.
നോമ്പ് ടൈമിൽ ഡയറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൻ്റെ ഒരു കൺട്രോൾ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ശരിക്കും കൺട്രോൾഡ് ആയിട്ടുണ്ട്. നല്ല സമാധാനമുണ്ട് ഈ നോമ്പിന്. ഈ ഒരു ഫ്രൂട്ട് ബൗൾ മഗ്‌രിബിൻ്റെ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തറാവീ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. അതിപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഒരപ്പം കഴിക്കും, ദോശയാണെങ്കിൽ ഒരു ദോശ, അങ്ങനെയൊക്കെയാണ്. ഞാൻ റൈസ് ഇത്രയും ദിവസം ഞങ്ങൾ റൈസ് യൂസ് ചെയ്തിട്ടേ ഇല്ല. ആരും ഞങ്ങൾ വലുതായിട്ട് റൈസ് കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഇക്കായ മക്കളോ അങ്ങനെ എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ഇന്നിപ്പം മക്കൾക്ക് എന്താ പറയുന്നത്, ചീസി ചിക്കൻ ബണ്ണ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ റെസിപ്പി കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്ക് എന്താ പറയുന്നത്, വയറ് നല്ല ഫില്ലായിരിക്കാൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് തലേ ദിവസം രാത്രിയിൽ ഇക്ക കീമയാണെങ്കിൽ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. കീമയുടെ സമൂസയൊക്കെ ഭയങ്കര ഇഷ്ടം ഇക്കായ്ക്ക്. ഞാനാണെങ്കിൽ അത് ഒന്ന് എന്താ പറയുന്നത്, എയർ ഫ്രയറിനകത്ത് വെച്ചിട്ട് ആണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇക്കായ്ക്കും ഓയിലുള്ള സംഭവങ്ങളൊന്നും ഞാനങ്ങനെ ഇത്തവണ ഇല്ല, അതങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് സമൂസ കഴിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചതാണ്. നല്ല നാടൻ ഏത്തപ്പഴമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വെന്ത് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ ഏത്തപ്പഴം. ഞാനാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടാണ് കൈകൊണ്ട് കുഴച്ച കേട്ടോ. മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ഞാൻ ഒന്നും അടിച്ചെടുക്കാറില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ചീസിൻ്റെ. അതിലേക്ക് ഞാൻ പാത്രത്തിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മെൽറ്റായി വരുമ്പോൾ ചെറിയ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ ബോൺലെസ് പീസാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് അതനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് തന്നെ നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് പിന്നെ വേവിച്ചെടുക്കുക. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൗഡറാണ്. പിന്നെ അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ പാപ്രിക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന്, ഇച്ചിരി വെളുത്തുള്ളിയുടെ പൗഡർ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ബൗൾ നിറയെ ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടണം. പിന്നെ നമ്മളൊരു വൈറ്റ് സോസിനകത്താണ് ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് വേണമായിരുന്നു, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ചിക്കൻ ഒന്ന് വേവിച്ച് എടുക്കണം. ഇതിനിടയിൽ ഉന്നക്കായ്ക്കകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് വെച്ചേക്കുന്നത് തേങ്ങായും പിന്നെന്താ പഞ്ചസാരയും ഏലക്കാ പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. പഞ്ചസാര ഒന്നും അധികം ഒന്നും ഇട്ടിട്ടില്ല, വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഷുഗർ കട്ടാണല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ള പഞ്ചസാര ഐറ്റങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ വേണ്ട കുറച്ച് നെയ്ക്കകത്ത് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ചില ആൾക്കാർ ഡീപ് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മലപ്പുറത്തൊക്കെ ഉള്ളവരൊന്നും എന്നെ ട്രോളിക്കളയല്ല, ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. ഇത് ഞാനിങ്ങനെയാണ് പൊതുവേ ചെയ്തെടുക്കുന്നത്. എനിക്ക് എന്തുവാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. ഇത് കുട്ടൂന് ഭയങ്കര ഇഷ്ടം. കുട്ടൂർ എന്തെങ്കിലും വായിലിട്ടാൽ അലിഞ്ഞു പോകണം, അതേപോലെ ചെയ്തെടുക്കണമെന്ന് പറയാം അവന്. അങ്ങനെ എന്തായാലും വേണ്ട ഉന്നക്ക റെഡിയാക്കി എടുത്തപ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ, നല്ല ഭംഗി മൊഞ്ചുണ്ട് കാണാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിൻ്റെ കാര്യമൊന്നും ആരോടും പറയേണ്ടതില്ല, എല്ലാവർക്കും വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ട് അറിയാം. പാനിലോട്ട് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മെൽറ്റായി കഴിയുമ്പോൾ കുറച്ച് പിന്നെ മൈദാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് ഈ മൈദയുടെ പച്ച ചെവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒറിഗാനോ, ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സോസ് നന്നായിട്ടൊന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. എത്രത്തോളം പാല് വേണം അറിയാമല്ലോ, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതറിയാൻ പറ്റും. അപ്പം ചെറുതായിട്ട് ആ ഒരു പാത്രച്ചൂടിലിരുന്ന് തന്നെ ഇതാവണം. നമ്മൾ ചില ആൾക്കാർ ഈ ഫ്ലെയിം ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ മൊത്തം കട്ട കെട്ടി കുളമായിപ്പോവും. ചില ടൈമിലൊന്നും ആരും ചെയ്ത് കഴിഞ്ഞാൽ ഈ സോസ് റെഡിയായി കിട്ടത്തില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, ഒന്നെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്
ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മളുടെ ആ ഒരു ചിക്കൻ്റെ ഇതുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സോസ് നിങ്ങൾ ഉണ്ടാക്കണ്ട. അല്ലാതെ ഫില്ലിങ്ങിനായിട്ട് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നില്ലയോ ആ സംഭവം വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് ചെയ്യാം. ഇത് സമൂസ എന്തിനകത്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഒരു ചീസി ക്രീമി സംഭവമാണിത്. വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ബണ്ണിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണം മതി കഴിക്കാനായിട്ട്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ സമൂസയുടെ ഷീറ്റിനകത്ത് വയ്ക്കാം, പപ്സിൻ്റെനകത്ത് വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ OTGയിലോട്ട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദാണ്ട ഒരു പിസ്സയുടെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബന്നൊക്കെ നിരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചീസ് വേണം. സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇത് പുറത്തോട്ട് ചാടും. ഇത് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് വെളിയിലോട്ട് ചാടും. ഒരു ഷേപ്പില്ലാത്ത രീതിയിലാവും. അതുകൊണ്ട് കൈ വെച്ചിട്ട് ആ ചീസിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമേ ഇത് നിങ്ങൾ ചൂടാക്കാവുള്ളൂ. എന്ത് സാധനവും ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. പ്രത്യേകിച്ച് ചീസിട്ട് ഏത് സംഭവങ്ങളും നമ്മൾ ചൂടോട് തന്നെ സെർവ് ചെയ്യണം. അതുകൊണ്ട് OTGയിലോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പല്ല, നിങ്ങൾക്ക് എപ്പോഴാണോ കഴിക്കേണ്ടത് അതിന് 10 മിനിറ്റ് മുമ്പ് ചൂടാക്കുക. ഈ ചീസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്ത് കൊടുക്കുക. ഇനി കുറച്ച് മൊസറല്ല ചീസ് മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു സ്ലൈസ് ചീസ് കൂടെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് കീമയുണ്ടല്ലോ, കീമയുടെ ഫില്ലിങ് ഇരിപ്പുണ്ട്. അപ്പോഴും ഞാനാണെങ്കിൽ കുറേ ഹിന്ദിക്കാരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഷംഷീർ ഉണ്ടല്ലോ, അവരും ഈ വീഡിയോ ഇട്ടേക്കുന്നത് കണ്ട് കഴിഞ്ഞ നോമ്പിനൊക്കെ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഞാനിത് അന്ന് ഈ പപ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ടല്ല, അല്ലാതെ മൈദയുടെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടായിരുന്നു അന്ന് ചെയ്ത് നോക്കിയത്. നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈസിയാണ് കേട്ടോ. ഇങ്ങനെ പപ്സിൻ്റെ ഷീറ്റ് നിരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ഫില്ലിംഗ് ആണോ അത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കീമയാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തൊന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു 180 ഡിഗ്രിയിലാണ് ഞാൻ OTGക്കകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തത്. ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബേക്കായി വന്ന്. നമ്മളിങ്ങനെ ആവിയിൽ വേവിക്കുന്നതും അതേപോലെ തന്നെ ബേക്ക് ചെയ്യുന്നതുമായിട്ടുള്ള പപ്സ്, അതേപോലെ ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഹെൽത്ത് വൈസ് നല്ലതാണ് കേട്ടോ. ഈ ഫ്രൈഡ് ഐറ്റത്തിനേക്കാളും വയറ് നല്ല ഫില്ലായിട്ടിരിക്കുകയും ചെയ്യും. കൂടുതലും എനിക്ക് തോന്നി ഈ അറബ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ കൂടുതലും അവരുണ്ടാക്കുന്നത്. അവരുടെ ഏതൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവരിഷ്ടം പോലെ മീറ്റുകളും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും അവർ കഴിക്കുന്നുണ്ട്, റൈസ് ആയാലും എല്ലാം. പക്ഷേ അവർ എനിക്ക് തോന്നുന്നു എണ്ണക്കടികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും തന്നെ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കിനിയിപ്പോൾ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. കാരണം പപ്സിൻ്റെ ഷീറ്റ് ആകുമ്പോഴും നമുക്ക് ഏത് രീതിയിലും ഫില്ലിങ് റെഡിയാക്കാം. അതിനുശേഷം OTGയിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുക. എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ള എള്ള്, കറുത്ത എള്ള് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നു കിച്ചണിൽ ഒരാളല്ല കയറുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ കയറും. എന്താ സ്പെഷ്യല്? അല്ല ഫ്രഷ് കിബ്ദ രാത്രിത്തേക്കല്ലേ ചിക്കൻ കറി ഇരിപ്പുണ്ട്. കിബ്ദ എന്തോ ചെയ്യാനാ, അത്രേ ഉള്ളൂ. എന്തിൻ്റെ ഇത്? ആടിൻ്റെ കിബ്ദ. റെസിപ്പി ഉണ്ടോ? റെസിപ്പി ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും റെസിപ്പി.
ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് സമയം മുന്നെയാണ് ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് ഒന്ന് സെറ്റാക്കുന്നത്. അത്യാവശ്യം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പും കാണും. അപ്പോൾ കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പംകിൻ സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലെങ്കിൽ പാൽ അല്ലെങ്കിൽ തൈര് എന്താണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക. മക്കളെ ഞാൻ ഇടയ്ക്ക് പറ്റിക്കാറുണ്ട്, ഫ്രൂട്ട് സലാഡാണെന്നും പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് അതിനകത്ത് കസ്റ്റേർഡ് ഇല്ല, പിന്നെ അല്ലെങ്കിൽ എന്തോ ഐസ്ക്രീം ഇല്ല, പിന്നെ മധുരമില്ല എന്നൊക്കെ ഇങ്ങനെ 100 കാരണങ്ങളാണ്. ഇതിപ്പം എനിക്ക് ഇക്കായ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിക്കാറുണ്ട്. കഴിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഫില്ലാവും. പിന്നെ ഇന്ന് കുട്ടു പ്രത്യേകം ജ്യൂസൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ കരിമ്പിൻ ജ്യൂസോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കിബ്ദ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അത് ഇക്ക ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ പുറത്തോട്ട് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഫുള്ള് കിച്ചൺ ക്ലീൻ ആക്കും കേട്ടോ. എന്നാലേ നമുക്കൊരു സമാധാനം ആവത്തുള്ളൂ. അതിനുശേഷമാണ് നോമ്പ്, അതായത് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒന്ന് റിലാക്സ് ആയിട്ട് അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ സാധനവും എടുത്ത് ടേബിളിൻ്റെ പുറത്തോട്ട് വയ്ക്കാം. എനിക്ക് ഊത് പോയിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ടം ചന്ദനത്തിരിയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇവിടെ വെക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. കത്തിച്ച് വെക്കുമ്പോൾ നാരങ്ങയ്ക്കകത്തോ പഴത്തിലൊക്കെ ഞാൻ കുത്തി വെക്കും. പക്ഷെ അതിൻ്റെ പൊടി നിലത്ത് വീഴും. പിന്നെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ ഞോണ്ടിയ മാന്തിയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഷീനിയിൽ നിന്നൊരു ഹോൾഡർ വാങ്ങിയതാട്ടോ. നല്ല രസമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹോൾഡർ. അതിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അവിടെ തന്നെ ഇരുന്നോളും. നല്ല രസവുമാണ് കേട്ടോ. നല്ല നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് ഈ സംഭവം കത്തിച്ച് വെക്കുക. സലാഡ് നിർബന്ധമാണ്. അതുകൊണ്ട് കുക്കുംബർ, പിന്നെ ബ്ലാക്ക് ഒലിവ്, ചെറി ടൊമാറ്റോ, ഇത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം കഴിക്കുന്നത് നമ്മളുടെ ലെബനിയ ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം. ഇത് നമ്മളുടെ വയറൊക്കെ തണുക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. അത് നെയ്യൊക്കെ ആവശ്യത്തിട്ട് അൽഹംദുലില്ലാ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് സംസം വെള്ളം, ഈത്തപ്പഴം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കരിമ്പിൻ ജ്യൂസാണ് കേട്ടോ. ഫ്രഷ് കരിമ്പിൻ ജ്യൂസ്, മധുരമൊന്നും ചേർക്കാത്തത്. കുട്ടി പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു. ഇങ്ങനെ പുറത്തുനിന്ന് ജ്യൂസൊന്നും ഇവിടെ അധികം അങ്ങനെ വാങ്ങിക്കാറില്ല. ഇന്നിപ്പോൾ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ കുക്കുംബറും ഒലിവും പിന്നെ ലെബനിയായും കൂടെ കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ. വയറിന് നല്ല തണുപ്പും നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കൂടുതൽ സലാഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക, ഫ്രൈഡ് ഐറ്റങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഫ്രൈഡ് ഐറ്റം മാറ്റി വയ്ക്കാൻ പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ച് മാത്രമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. എണ്ണ പലഹാരങ്ങളും മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നോമ്പ് പിടിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ്സാണ്. വൈകുന്നേരത്തെ ഈ ഒരു ഭക്ഷണ സാധനങ്ങളാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ എന്താ പറയുന്നത്, നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.